ഇറ്റ്സ് മീ വിഷ്ണുപ്രിയ. എല്ലാവർക്കും വിച്ച് സ്റ്റോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിന്ത്ര ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് കാണാം. അപ്പൊ ഇതിന് ഇത്ര ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മജന്ത കളർ ടോപ്പാണ്. ഇത് സിമ്പിൾ ഒരു ടോപ്പാണ് കേട്ടോ. സിമ്പിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സിമ്പിളാണ്. ഇത് എന്താ പറയാ, കണ്ടാതെ ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് കേട്ടോ. ഇത് സ്ട്രാപ്പി ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ടോക്കിയുടെ ആണ്. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് റയോൺ മെറ്റീരിയലാണ് വരുന്നത്. മജന്ത കളറാണ്, സ്ട്രാപ്പി ആണ്, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് ആണ്. പിന്നെ ടോക്കി ബ്രാൻഡിന്റെ ആണ്. ഞാൻ എടുത്തേക്കുന്നത് സൈസ് ലാർജ് ആണ് കേട്ടോ. ഇതിന്റെ MRP വരുന്നത് ടാഗ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് 949 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ബട്ടൺസും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, എല്ലാം ഇങ്ങനെ ഓപ്പൺ ആവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഭയങ്കര ലോങ് ആയിട്ടൊരു ടൈ ചെയ്യുന്ന ഒരു സംഭവം ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. നല്ല കണ്ട, ഇതിപ്പോ ഇങ്ങനെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഇതിന്റെ ശരിക്കും വിഷ്വൽ ഒരു ഇമേജ് ഞാൻ ഇട്ടേക്കാം. അത് കൂടാതെ നമുക്ക് പറ്റിയാൽ വേറെ ഇതും കാണാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഐറ്റം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല മസ്റ്റാർഡ് യെല്ലോ കളറിലെ ഒരു ഷിഫ്ലി ഡ്രസ്സാണ് കേട്ടോ. നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. പിന്നെ ഇതും സ്ട്രാപ്പി ആയിട്ടുള്ളത് തന്നെയാണ്. ഇതിന്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതും ഞാൻ ലാർജ് സൈസ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ എന്താ, ഇത് ഓൾ അബൌട്ട് യു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഓൾ അബൌട്ട് യു എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ എന്താ പറയാ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ ഇല്ല. പിന്നെന്താ, ഇത് ഷിഫ്ലി ഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ താഴത്തെ പോർഷനിലാണ് ഇങ്ങനെ ഷിഫ്ലി മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഫ്രില്ലഡ് ആയിട്ടാണ് താഴത്തെ പോർഷൻ വരുമ്പോൾ ഫ്രില്ലഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്, ഒന്നും പറയാനില്ല. പിന്നെ ഇതിന്റെ MRP വരുന്നത് 1999 രൂപയാണ്. എനിക്ക് നല്ല ഓഫറിനാണ് ഇത് കിട്ടിയത് കേട്ടോ. ഓഫർ റേറ്റ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഇതില് അവർ കളർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കളർ മെൻഷൻ ചെയ്തേക്കുന്നത് ആരോ വുഡ് എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കളർ ചിലപ്പോൾ യെല്ലോ എന്നായിരിക്കില്ല വരുന്നത്, ആരോ വുഡ് എന്നായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പർപ്പിൾ കളറുള്ള ഒരു ടോപ്പാണ് കേട്ടോ. കണ്ട, ക്രോപ്പ് ടോപ്പാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് തന്നെ പറഞ്ഞേക്കാം, ഒരു ഹെമ്മിങ് ചെയ്തിട്ടില്ല നെക്കൊന്നും. ഹെമ്മിങ് ചെയ്തിപ്പോ വരുന്നില്ല നെക്കൊന്നും. ടോക്കി ബ്രാൻഡിന്റെ ആണ്. ലാർജ് സൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ്. സ്ലീവ്സ് ഒക്കെ നല്ല എന്താ പറയാ, എന്താ ഒരു ബട്ടർഫ്ലൈ സ്ലീവ്ന്നോ അങ്ങനെ എന്താ പറയാല്ല, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലീവ്സ് ആണ്. പിന്നെ ഭയങ്കര സിമ്പിൾ ആണ്. 749 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. 749 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു ടോപ്പ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത്ര നേരം നമ്മൾ ടോപ്പല്ലേ കണ്ടത്, ഞാൻ സ്കേർട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ടോപ്പൊക്കെ ഒന്ന് എന്താ പറയാ മിക്സപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കേർട്ടാണ്. അപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു ജീനിന്റെ സ്കേർട്ടാണ്. കണ്ട, ഇത് റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് കേട്ടോ. റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇതിന്റെ സൈസ് 32 ആണ്. MRP വരുന്നത് 2399 രൂപയാണ് കേട്ടോ. ഇത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മെറ്റീരിയൽ, അടിപൊളി ജീൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിന് ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ബട്ടൺ ഉണ്ട്, സിബ് ഉണ്ട്, പിന്നെ പോക്കറ്റ്സ് ഉണ്ട്. നമ്മുടെ ജീൻസ് ഒക്കെ പോലെ തന്നെ പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലും ഫ്രണ്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിനൊരു ഇങ്ങനെ ഒരു കട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് വേറൊരു പോർഷൻ അറ്റാച്ച് ചെയ്തേക്കുവാണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സ്ലിറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം നമുക്ക് എല്ലാ ടോപ്സും ഇതിന്റെ ഒപ്പം മാച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ ടു ബ്ലാക്ക് കളറാണ്. ഗ്രേ കളറാണ് ഒരു മെൻഷൻ ചെയ്തേക്കുന്നത് ടാഗില്. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ടോപ്പാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാപ്പിയാണ്. ഇതും അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് ആണ്. അത്യാവശ്യം ഒന്ന് ഇത്തിരി സ്ട്രെച്ചി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് സൈഡ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ടോക്കിയുടെ ആണ്. ഇത് ഞാൻ മീഡിയം സൈസ് ആണ് വാങ്ങിക്കുന്നത് കേട്ടോ. 499 രൂപയാണ് ഇതിന്റെ MRP വരുന്നത്. ഈ ടോപ്പ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഈ ഷിയർ ഡ്രസ്സിന്റെ ഒക്കെ അടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് അതുപോലെ ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് ഒരൈറ്റം. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ നിറയെ ഫ്രില്ലായിട്ടൊരു ടോപ്പാണ്. ഇതും കണ്ട, ഇത് റൗണ്ട് നെക്ക് ആയിട്ട് മീഡിയം സൈസ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ടോക്കി ബ്രാൻഡിന്റെ തന്നെയാണ്. ഇതിന് 1049 രൂപയാണ് MRP വരുന്നത് കേട്ടോ. ഇതിന്റെ കൈ ഇങ്ങനത്തെ കൈയാണ്, ബെൽ സ്ലീവ്സ് ആണ്. ഇത് പിന്നെ ഇങ്ങനെ 2 തട്ടായിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. തട്ട് ഡ്രസ് പണ്ട് കുഞ്ഞു പിള്ളേർക്ക് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതങ്ങനത്തെ ടോപ്പാണ് കേട്ടോ. ഇതിന്റെ കളർ ഒരു മെൻഷൻ ബ്ലൂ എന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒരു പൊന്മാനീല കളർ ആണ് കേട്ടോ ഇത്. പിന്നെ ഫ്ലോറൽ പാറ്റേൺ ആണ്. അടുത്ത ടോപ്പ് വരുന്നത് പിന്നെ നമ്മുടെ ടോക്കി ബ്രാൻഡിന്റെ തന്നെയാണ്. ഇതിന്റെ MRP വരുന്നത് 949 രൂപയാണ്. ഇത് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളറാണ്. ഇത് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു ബ്ലൂ തന്നെ കണ്ടോ, ബ്ലൂ തന്നെ ഷെയ്ഡാണ് കണ്ടോ. പിന്നെ ഇതിന്റെ ഈ റെഡ് കളറിൽ കാണുന്ന എന്തെങ്കിലും ക്യാമറയിൽ എത്രത്തോളം എനിക്ക് അറിയാൻ പറ്റില്ല. അത് ഇങ്ങനെ തെറിച്ച് നിൽക്കണമെന്ന് അറിയില്ലേ, ഇങ്ങനെ ഭയങ്കര റെഡിച്ച് നിൽക്കണ ഒരു കളറാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര റെഡ് കളറാണ്. ഇത്തിരി ഇടിവെട്ടാണ് ഐറ്റം. പിന്നെ ഇതിന്റെ കൈ വരുന്നത് കണ്ട ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്, വീതിയുള്ള ഇലാസ്റ്റിക് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ താഴത്തെ പോർഷനിലും ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ. പിന്നെ ഇതിന്റെ MRP 949 രൂപയാണ് ഞാൻ പറഞ്ഞെന്ന് തോന്നണല്ലേ. ഓക്കെ, പിന്നെ ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയൽ ആണ്, കൊള്ളാം, ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മിന്റ് സ്ട്രീറ്റിന്റെ, അതായത് MS എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഞാൻ വാങ്ങിയിട്ടുള്ള 2 ഡ്രസ്സസ് ആണ് കേട്ടോ. 2 ഡ്രസ്സസ് രണ്ടും ഒരേ പാറ്റേണിൽ വാങ്ങിയതാണ്. അതാണ് 2 ഡ്രസ്സസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് വൺ കാണാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ കളറിലും എന്താ പറയാ വൈറ്റ് ഗ്രീൻ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലുള്ള ചെക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ. അപ്പോൾ ഇതിന്റെ കൈ വരുന്നത് സ്ലീവ്സ് വരുന്നത് ഇങ്ങനെ പഫ് സ്ലീവ്സ് ആണ്. 2 കൈയും പഫ് സ്ലീവ്സ് ആണ്. പിന്നെ ഇതിന്റെ നെക്ക് വരുന്നത് ഒരു വി അല്ല, എന്നാലൊരു കർവി വി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നെക്കാണ് കേട്ടോ കണ്ടോ. അങ്ങനത്തെ ഒരു നെക്കാണ്. പിന്നെ ഇതിന്റെ ബട്ടൺ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഈ ബട്ടൺ എല്ലാവരും തന്നെ ഓപ്പണബിൾ ആണ് കേട്ടോ. എല്ലാ ബട്ടണും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ താഴെ വരെ ബട്ടൺ ഉണ്ട് കേട്ടോ. താഴെ വരെ ബട്ടൺ ഉണ്ട്.
പിന്നെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കോട്ടൺ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ചെറുതായിട്ട് ഇതിൽ പോളിസ്റ്റർ മിക്സ് ആണ്. പിന്നെ ഇതിന്റെ നമ്മുടെ യോക്ക് പോർഷന്റെ താഴെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ കണ്ടോ, ചെറിയ ഒരു ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷേപ്പിനാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും പോക്കറ്റ്സ് ഉണ്ട്, 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന സാധനമാണ് പോക്കറ്റ് ഉള്ളത്. ഇതേന പോക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാ, ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഹൈനെക്കാണ് ബാക്ക് സൈഡ് വരുന്നത്. ഒരുപാട് ഹൈ അല്ല, എന്നാലും അത്യാവശ്യം കയറി നിൽക്കുന്ന നെക്കാണ്. പിന്നെ ബാക്കിൽ ടക്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആ യോക്ക് പോർഷനിലുള്ള ഒരു കട്ടിങ് വരുന്നുണ്ട് കണ്ടോ. ഇതൊരു എ ലൈൻ ഡ്രസ്സാണ്. താഴത്തെ ഭാഗത്ത് ഇങ്ങനെ സ്ലിറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ ബട്ടൺ ഡീറ്റെയിലിംഗ് ഓപ്പണിങ്ങിന്റെ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരെണ്ണം. ഇതിപ്പോ ഞാൻ എന്താ പറയാ, അതുകൂടി കാണിച്ചിട്ട് ഞാൻ പറയാം. വേറെ ഒന്നല്ല, ഇതിൽ ഒരു ഐറ്റം ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. ഇത് ഞാൻ എടുത്തിട്ടില്ല. ഇതിന്റെ MRP വരുന്നത് റേറ്റ് പറഞ്ഞില്ല. ഇതിന്റെ MRP വരുന്നത് 2499 രൂപയാണ്. ഞാൻ വാങ്ങിച്ചേക്കുന്നത് സൈസ് XL ആണ് കേട്ടോ. അതായത് ഇതൊരു ബോഡിക്കോൺ ഫിറ്റിംഗ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിറ്റിംഗ് ഇല്ലേ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഫിറ്റ് വരുന്ന കാരണം ഞാൻ XL സൈസാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് അതിൻ്റെ കൂടെ വാങ്ങിയതാണ്, ഒരു ലാവൻഡർ കളറിലുള്ള. ഇത് ഞാൻ ഇട്ട് നോക്കി, ഇത് ഞാൻ ഇട്ട് നോക്കി കേട്ടോ. ഇത് ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വളരെ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്കിത് കിട്ടിയത്. ഇപ്പം 2500 രൂപയാണ് അതിൻ്റെ MRP എങ്കിൽ പോലും നല്ല റേറ്റ് കുറവിനാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും സെയിം പാറ്റേണും കൂടിയാണ്. ആകെ എന്താ പറയുക, ഡ്രസ്സിന്റെ പാറ്റേൺ സെയിം ആണ്, പ്രിന്റിന്റെ പാറ്റേൺ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാണ്. ലാവൻഡറും ലൈറ്റ് ലാവൻഡറും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഇല്ലേ, ഈ ഡ്രസ്സിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ സാഗി ആയിട്ട് കിടക്കുന്നത്, ഒട്ടും ഫിറ്റ് അല്ല. ഞാൻ സൈസ് മാറ്റി കൊടുത്തു നോക്കി, എന്നിട്ട് കിട്ടിയതും അങ്ങനെ തന്നെ. അപ്പോൾ ഫിറ്റ് ഒട്ടുമല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഞാനൊരു ഇലാസ്റ്റിക് വാങ്ങിയിട്ട് ആ ബാക്ക് സൈഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു, വലിച്ചടിച്ചിട്ടേ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ കിട്ടി. അപ്പൊ ആ ബാക്ക് സൈഡിൽ ആ വൃത്തിയുടെ ഒരു കുറച്ച് കുറഞ്ഞു കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മ അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ പോലും നമ്മുടെ ഫിറ്റിങ്ങിൽ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മ അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഉപകാരത്തിൽ പെടും. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതും സെയിം പഫ് സ്ലീവ്സ് ആണ്. ഒരു കർവി നെക്കാണ്, വി തന്നെ, ഒരു വിയും അല്ല എന്നാൽ ഇച്ചിരി കർവൊക്കെ ആയിട്ടുള്ള നെക്കാണ്. പിന്നെ വരുന്നത് ആ സെയിം ബ്രസ്റ്റ് ഏരിയയുടെ അവിടെയുള്ള യോക്ക് ഏരിയയുടെ അവിടെയുള്ള കണ്ടോ സ്ലിറ്റ്സ്, എന്താ പറയാ, പ്ലീറ്റ്സ് ഒക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഓപ്പൺ ആണ്. പിന്നെ അത്യാവശ്യം വയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലേ ഈ നമ്മൾ എല്ലാവരും ഓപ്പൺ ആയിട്ടുള്ള ആയതുകൊണ്ട് ഇവിടെ കണ്ടിങ്ങനെ ഇങ്ങനെ തുറന്നു വരാൻ ചാൻസ് ഉണ്ട്. XL എടുത്തിട്ട് പോലും എൻ്റെ ഫിറ്റിങ്ങിന്റെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല സ്ലിം ആയിട്ടുള്ളവർക്ക്, വയറൊക്കെ ഇല്ലാത്തവർക്ക് നല്ല അടിപൊളിയായിരിക്കും. എന്നാലോ അതിന്റെ ബാക്ക് സൈഡ് ഭയങ്കര സാഗിയായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു സംഭവം എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ആയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് എടുത്ത് വെച്ച് പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ ബാക്കിൽ വൃത്തിയുടെ ഒരു കുറച്ച് കുറവുണ്ട്. എന്നാലും ഇതിങ്ങനെ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ട്. അതൊരു സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഇത് തനിച്ച് വെയർ ചെയ്തിട്ടേ എനിക്കതങ്ങനെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇപ്പൊ ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്ന്. അല്ലാണ്ട് ഞാനിങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടുമാണ്. പിന്നെ ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു 2 times ഞാൻ യൂസ് ചെയ്തു, വാഷ് ചെയ്തു. വേറെ കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല, വേറെ ഒന്നും പറ്റിയിട്ടില്ല. ചെറുതായിട്ട് നൂല് പൊന്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, ചെറുതായിട്ട് കേട്ടാ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്കായിട്ടാണ് കേട്ടോ. പിന്നെ ഷ്രിങ്ക് ചെയ്തിട്ടൊന്നുമില്ല. വേഗം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ കുറച്ച് സീത്രൂ ആണ് കേട്ടോ, കുറച്ച് സീത്രൂ ആണ്. പക്ഷെ നമ്മ ഇങ്ങനെ നോക്കുമ്പോ ഇല്ല. എന്നാൽ ഇങ്ങനെ വെളിച്ചമൊക്കെ അടിക്കുമ്പോ നമുക്ക് ഇങ്ങനെ നെല്ലടിക്കുന്നുണ്ട് എന്നല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ മുത്തിരിക്കുന്ന ഭാഗത്തോട്ടൊന്നും നമുക്ക് ഇങ്ങനെ ഒന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ്
ഇതിന്റെ വിശേഷങ്ങള് നമുക്ക് അടുത്തതാണ്. ഞാൻ പറഞ്ഞത് സൂപ്പർ അഫോർഡബിൾ ഡ്രസ് കേട്ടാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവം ഇങ്ങനെ ഞാൻ പറഞ്ഞത് കണ്ട ഇതുപോലെ ഇങ്ങനെ തുറന്നു വരും, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്ക് കുറച്ച് കണ്ട കുറച്ച് ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാണുന്ന ടൈപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ബാക്ക് ഒട്ടും ഫിറ്റിംഗ് അല്ല, ബാക്കിന്റെ അലമ്പ് മാറാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഞാൻ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച് അടിച്ചൊരു മോഡലാക്കി എടുത്തത്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. പിന്നെ എന്താ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ്. ഓക്കെ, ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വൺ. കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി നന്നായിരിക്കും, അത്ര പറയാനുള്ളൂ. മെറ്റീരിയൽ വാഷ് ചെയ്തിട്ട് ചെറിയതായിട്ട് കളറൊന്നും പോയില്ല, നൂലുമൊന്നുണ്ടോ എന്ന് സംശയം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, നൈസ് വൺ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഡ്രസ്. സെയിം പാറ്റേൺ അല്ല, ഡ്രസ് മെറ്റീരിയൽ അല്ല, ഡ്രസ്സിന്റെ പാറ്റേൺ സെയിം ആണ്, ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇവിടെ അടിപ്പൊക്കെ വന്നേക്കണൊക്കെ മറ്റേ പോലെ സെയിം ആണ്. ഇതിന്റെ ആ പ്രശ്നമുണ്ട് കണ്ട, അങ്ങനെ ഓപ്പൺ ആയിട്ട് വരും കണ്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കണ്ടോ, ഇതാണ് ആ പ്രശ്നം കണ്ടോ, ഇതിങ്ങനെ മടങ്ങി തൂങ്ങിക്കിടക്കും. നല്ല വൃത്തികേടാണ് കണ്ടോ. ഈ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേത് ഇലാസ്റ്റിക് വെച്ച് ഇങ്ങനെ അടിച്ചത്. നല്ല ബോറാണ്. അപ്പൊ ഇതെനിക്ക് ഓൾട്ടർ ചെയ്യണം. വേറെ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ഇതൊക്കെ ഇറങ്ങിയതാണെന്ന് മാത്രമേ ഉള്ളൂ. കൈയൊക്കെ നല്ല ഓക്കെ ആണ്, ഫിറ്റ് ഒന്നുമില്ല. ഓക്കെ, നൈസ് വൺ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കേട്ടാ. അപ്പൊ ഇത് നമ്മൾ ഇത്രയും നേരം കണ്ടതിലൊക്കെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇത് വന്നിട്ട് നമുക്ക് മഞ്ഞുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വെറ്റർ ടൈപ്പ് ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതും റോഡ് സ്റ്റാർ കമ്പനിയുടെയാണ് ബ്രാൻഡിന്റെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ 2499 രൂപയാണ് MRP വരുന്നത്. അവർ കളർ മെൻഷൻ ചെയ്തേക്കുന്നത് വിൻസോർ വൈൻ എന്നാണ് കേട്ടോ. വിൻസോർ വൈൻ, ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കളർ കേൾക്കണേ. വൈൻ കളർ, മെറൂൺ കളർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഐറ്റം. ഇതൊരു സ്വെറ്റർ ടൈപ്പ് ആണ്, നമുക്ക് മഞ്ഞത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതപ്പോൾ നമുക്ക് ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും, മൂന്നാറൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഷഫാസ് തിയേറ്ററിൽ പോയിട്ട് പടം കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വേണം, അല്ലെങ്കിൽ അവിടെ നിന്ന് മരിച്ചു ചളി പറഞ്ഞാണേ. അപ്പോൾ അടുത്തത് അതിന്റെ ഒപ്പം വന്നതാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുന്ന ട്യൂബ് ടൈപ്പ് സ്കേർട്ട് എന്ന് പറയില്ലേ, നല്ല ഷേപ്പ് ആയിട്ടിരിക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. അപ്പൊ ഈ സ്കേർട്ടിന്റെ താഴത്തെ ഭാഗത്ത് ഇങ്ങനെ സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. സൈഡ് സിംഗിൾ സൈഡ് സ്ലിറ്റ് ആണ്. ഇവിടെ നമ്മുടെ ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, റോഡ് സ്റ്റാർന്ന് അവരുടെ ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ പിങ്കിഷ് ഒരു റോസ് കളറാണ്. റോസ് കളർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം ഇത്തിരി വണ്ണുള്ള ആൾക്കാരുടെയൊക്കെ ആണെങ്കിലും ഒരു സൈസ് ഒന്ന് കട്ട് ചെയ്ത പോലെ നമുക്ക് ഒരു ചെറിയൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. ഫീല് മാത്രമേ ഉള്ളൂ, മണ്ണൊന്നും കുറയൂല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ നെക്ക് വരുന്ന നെക്ക് നമുക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നെക്കാണ് കേട്ടോ. നെക്ക് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന നെക്കാണ്. പിന്നെ ഇതിന്റെ കൈയിന്റെ ഒരു ഇത് വന്നേക്കണ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സാധാരണ ഡ്രസ്സസിന്റെ കൈ വരുന്ന പോലെ അല്ല, ടീഷർട്ടിന്റെ കൈ വരുന്നതല്ല. ഇപ്പൊ ഭയങ്കര കോമൺ ആണ് ഈ കൈ ഇങ്ങനെ കൈയിന്റെ പോർഷൻ കഴിഞ്ഞിട്ടും കുറച്ച് ഷോൾഡറിന്റെ പോർഷൻ കഴിഞ്ഞിട്ടും കുറച്ചും കൂടെ നീങ്ങിയിട്ട് കൈ പിടിപ്പിക്കുന്ന പരിപാടി. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു ഭയങ്കര ലൂസി എഫക്റ്റ് കിട്ടും, നല്ല രസമാണ്. പക്ഷെ പിന്നെ ഇവിടെ താഴത്ത് നമ്മുടെ റിസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ നാരോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. റിസ്റ്റ് ഏരിയയിലേക്ക് വരുമ്പോ ഇങ്ങനെ നാരോ ആയിട്ടാണ് വരുന്നത്. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. ഹലോ, അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ ഇത്ര നേരം കാണിക്കാത്തൊരു ടോപ്പ് ഉണ്ട് നിങ്ങളുടെ എന്താണെന്നല്ലേ. അപ്പൊ ഇത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ പിന്നെയാണ് നമുക്ക് ഈ ടോപ്പ് വന്നാട്ടെ. ഇത് വാങ്ങിയതാണ്.
ഞാൻ മറന്നുപോയി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വേറെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ടോക്കിയോയുടെ തന്നെയാണ്. അത് ഈ കാണുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ശരിക്കും എന്താ മുത്തുച്ചിപ്പിയോ അങ്ങനെ പറയണ ആ സംഭവമാണ് കേട്ടോ. സൂപ്പർ സാധനമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടത്. നല്ല കോട്ടൺ ഒരു ടോപ്പാണിത്. ഇതിന് ലൈനിങ് വെച്ചിട്ടുണ്ട്, അതും കോട്ടൺ ആണ് കേട്ടോ. യെല്ലോ കളറിൽ ലൈനിങ് ഉണ്ട്. പിന്നെ ഒരു ഭയങ്കര വെറൈറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറൊരു ലെവല് സാധനം കേട്ടോ. ഇത് കണ്ടോ, അതിന്റെ കൈയൊക്കെ കണ്ടോ, കയ്യിൽ മൊത്തം നോക്കി ഇങ്ങനെ പഫും അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയാ ഇലാസ്റ്റിക് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് കണ്ടോ നിറയെ പ്ലീറ്റ്സ് കിട്ടണ പോലെ ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് സിപ്പാണ് വരുന്നത്. ഫുൾ സിപ്പാണ് കേട്ടോ. സിപ്പാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. നല്ല കിടില ടോപ്പാണ്. ലാസ്റ്റ് വൈകി വന്ന വസന്തമാണിത്. നിറച്ച് ഫ്ലോറുകളാണ് ഇതാണ്. ഐ ലവ് ദിസ് വൺ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഇന്നറിന്റെ വീഡിയോ ഞാൻ ട്രൈ ഓൺ ചെയ്ത് കാണിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഷെയർ ടോപ്പിനൊക്കെ വെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അന്ന് കാണിച്ചിരിക്കുക. ബാക്കി ഞാൻ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.